എമ്പുരാൻ റിലീസിൽ നിന്നും ലൈക്ക പ്രൊഡക്ഷൻസ് പിന്മാറി. റിലീസ് തീയതിക്ക് മാറ്റം സംഭവിക്കുമോ? ആകാംക്ഷയോടെ ആരാധകർ. മോഹൻലാൽ പൃഥ്വിരാജ് കൂട്ടുകെട്ടിൽ ഒരുങ്ങുന്ന മലയാള ബിഗ് ബഡ്ജറ്റ് ചിത്രം L2 എമ്പുരാനിൽ നിന്നും തമിഴ് നിർമ്മാണ കമ്പനിയായ ലൈക്ക പ്രൊഡക്ഷൻസ് പിന്മാറി. ആന്റണി പെരുമ്പാവൂരിൻ്റെ ആശീർവാദ് സിനിമാസും സുഭാസ്കറിൻ്റെ ലൈക്കയും ചേർന്നായിരുന്നു നിർമ്മാണം. ലൈക്ക നിർമ്മാണത്തിൽ നിന്നും പിന്മാറുന്നതും ഗോകുലം ഗോവൻ്റെ ഉടമസ്ഥതയിലുള്ള ശ്രീഗോകുലം മൂവീസ് ലൈക്കയുടെ ഷെയർ ഏറ്റെടുക്കുമെന്നുമാണ് ഏറ്റവും പുതുതായി ലഭ്യമായ വിവരം. എന്നാൽ മാർച്ച് 27 എന്ന റിലീസ് തീയതിക്ക് മാറ്റമില്ലെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ട്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ലൈക്ക പ്രൊഡക്ഷൻസ് L2 എമ്പുരാൻ സിനിമയിൽ നിന്നും പിന്മാറുമെന്ന നിലയിൽ സ്ഥിരീകരണം ലഭിക്കാതെ റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. ലൈക്കയുടെ പിന്തുണയില്ലാതെ സിനിമ തിയേറ്ററിലെത്തിക്കാനുള്ള ശ്രമം ആന്റണി പെരുമ്പാവൂരിൻ്റെ നേതൃത്വത്തിലുള്ള ആശീർവാദ് സിനിമാസും വളരെ മുൻപേ ആരംഭിച്ചിരുന്നു എന്നും റിപ്പോർട്ടുകളുണ്ട്. ഇതേക്കുറിച്ചുള്ള ഔദ്യോഗിക സ്ഥിരീകരണം ഇന്ന് വൈകുന്നേരത്തോടുകൂടി പുറത്തു വരുമെന്നാണ് പുതിയ സൂചനകൾ. എந்திരൻ 2.0, പൊന്നിയിൻ സെൽവം തുടങ്ങിയ പാൻ ഇന്ത്യൻ ചിത്രങ്ങളുടെ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ പ്രധാന പങ്കുവഹിച്ച ലൈക്കയുടെ കേരളത്തിലേക്കുള്ള വരവിൽ ഏറെ പ്രതീക്ഷകൾ നൽകിയ ചിത്രമായിരുന്നു L2 എമ്പുരാൻ. എന്നാൽ പ്രതാപകാലം വിളിച്ചോതുന്ന ചിത്രങ്ങളെ പോലെ ആയിരുന്നില്ല ലൈക്കയുടെ ഏറ്റവും പുതിയ പ്രൊജക്റ്റായ വിടാമുയർച്ചി. അജിത് കുമാറിൻ്റെ താരപ്പൊലിമയെ കൊണ്ടുപോലും ബോക്സ് ഓഫീസിൽ പിടിച്ചു നിൽക്കാനാകാതെ ലൈക്കയ്ക്ക് കാലിടറി. അതിനു മുൻപിറങ്ങിയ വേട്ടയാൻ വിജയ് ചിത്രമായെങ്കിലും അതിനു മുൻപ് റിലീസ് ചെയ്ത ഇന്ത്യൻ 2ഉം നിരാശാജനകമായിരുന്നു. ഔദ്യോഗിക കണക്കനുസരിച്ച് 175-350 കോടി ബഡ്ജറ്റിൽ നിർമ്മിച്ച വിടാമുയർച്ചി ബോക്സ് ഓഫീസിൽ നിന്ന് നേടിയതാകട്ടെ ആകെ 138 കോടിയും. ഇതിന് പിന്നാലെ ഉണ്ടായ സാമ്പത്തിക ബാധ്യതയിൽ ലൈക്ക L2 എമ്പുരാൻ പോലൊരു ചിത്രത്തെ പിന്താങ്ങാനുള്ള സാധ്യതയ്ക്ക് മങ്ങലേൽക്കുകയായിരുന്നു. ഇതിനു പുറമെ നിർമ്മാണ കമ്പനിയുടെ പേരിലെ കടങ്ങളും വീട്ടാൻ സാമ്പത്തിക ഇടപാടുകളുടെ സമ്മർദ്ദം ഏറുന്നുണ്ട്.